ഈ ഓണാഘോഷം ഞങ്ങൾ 2 ദിവസം മുന്നെയാണ് നടത്തുന്നത്. കാര്യം ഞങ്ങളിവിടെ ഓണത്തിന് കാണില്ല. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിനല്ല കേട്ടോ കൊട്ടിയത്. പൂവിളി പൂവിളി പൊന്നു. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവരമ്പിൽ. വീണ്ടും നിങ്ങളോ? അയ്യോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? കൊള്ളാം, മയക്കൂരാൻ മറന്നാണ് തരാൻ വേണ്ടി വന്നത്. ഞാൻ നിന്നെ കുറിച്ച് ബുക്കുമായിരുന്നു. ഞാൻ പറയാറുണ്ട് ചേച്ചി ഇല്ലാതെ ഭയങ്കര സ്ഥലം. ഞങ്ങൾക്ക് ഡയലോഗ് പോലും ഞാനില്ലാതെ പറ്റില്ല സുഹൃത്തുക്കളെ. எங்களோட சேனலுக்கு எல்லாருக்குமே வணக்கம். நம்ம இன்னைக்கு பண்ண போறது கேரளா பாயசம். ஓகே, ஓணம் ஸ்பெஷல் മുന്നിരുന്നിട്ട് കേരള പായസം. ഇനി എനിക്ക് ഞങ്ങൾക്ക് മറ്റേ ഡാൻസ് കളിക്കാനുണ്ട്. മച്ചാവായിരിക്കിനിയെ പഞ്ച് മിഠായ ആമ പഞ്ച് മിഠായ ഒയ്യോ പഞ്ച് മിഠായ. ഞാനിത് വെക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരട്ടെ. ചേച്ചിയുടെ ഫേഷനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വേണ്ട ചേട്ടാ, അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ഈ പായസം കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ മറ്റേ പായസത്തിന്റെ കഥ കിട്ടിയിട്ടുണ്ടല്ലോ, അത് മതി. ഏത് കഥ? ഓ അവന്റെ ഒരു തമാശ. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. എന്നോട് നേരിട്ട് കാണുന്ന എല്ലാരും ചോദിക്കുന്നു, കുക്കു ശരിക്കും ഇതുപോലെയാണ് സ്വഭാവം. ഇതുപോലെ തന്നെയാണ്, ഒരു പൊടി വ്യത്യാസം ഇല്ല. പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഈ വീട്ടിൽ കാണുന്ന എല്ലാവരും ശരിക്കും കൂട്ടത്തിൽ കുറച്ച് നോർമൽ ആയിട്ടുള്ള ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അമ്മ ഈ പ്രാവശ്യം ഓണത്തിന് കുക്കുമോള് മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയുടെ വികാരം എന്താ? പേടി. ഇവരുടെ കൂടെ എങ്ങനെയാണ് നിൽക്കുന്നത് 2 ദിവസം? അച്ഛൻ ചേച്ചി വണങ്ങുമ്പോ പാടുന്ന പാടിക്കേ. അത് പാടിക്കേ. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? ഞാൻ മറിഞ്ഞേക്കാം. ഞാനും ശിബിയും കൂടെ ഈ ഓണം ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഈ ഒരു ഡയലോഗ് വെച്ചിട്ട് ഷിബി കട്ട് ചെയ്തേക്ക്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിപ്പം ഫ്രെയിമില് നമ്മളെ കാണാൻ പറക്കുന്നിങ്ങനെ ബസ് പോലെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയ്ക്ക് സസ്യലലാദികൾ കൊണ്ട് ഫ്രെയിം നിറഞ്ഞിരിക്കുകയാണ്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്ത സാധനമാണ് ഓണത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഫുള്ള് റെഡി ആയിട്ട് പോലുമില്ല. എനിക്കിനി കമ്മലിടണം, മാലയിടണം. പക്ഷെ അതിനു മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കേണ്ടി വന്നു. പ്രത്യേക സാഹചര്യം. എല്ലാവരും തിരക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കുന്നു, ലൈറ്റ് പോകുന്നു, നമുക്കിനി പൂക്കളിടണം, പണിക്കാരുണ്ട്, അമ്മയ്ക്ക് പോകണം. അപ്പോൾ ഒരുപാട് തിരക്കുണ്ട്. അത് മാത്രമല്ല, ഈ ഓണാഘോഷം ഞങ്ങൾ 2 ദിവസം മുന്നെയാണ് നടത്തുന്നത്. കാര്യം ഞങ്ങളിവിടെ ഓണത്തിന് കാണില്ല. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിനല്ല കേട്ടോ കൊട്ടിയത്. ഞങ്ങള് 2 പേരും ഇവിടെ കാണില്ല. അതെ, ഞങ്ങള് 2 പേരും നമ്മള് ഛത്തീസ്ഗഡിൽ പോവാണ്. അപ്പൊ അതിനു മുന്നേ എന്തായാലും ഓണം എല്ലാരും കൂടെ ചേർന്ന്, എന്താ നിന്റെ പ്രശ്നം? ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഓണം ആഘോഷിക്കാനുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സദ്യ ഇല്ല, നമ്മള് പായസം ഉണ്ടാക്കുവാണ്. കപ്പ പായസം റീക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആരാ? നമ്മുടെ ശ്രീരാജോ? കഴിഞ്ഞ വട്ടം ആ പായസം വൃത്തികേടാക്കാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട 2 ആൾക്കാരാണ് ഈജാനും ശ്രീരാജും. വേണ്ട, അവന്റെ ഫോട്ടോ കട്ട് ചെയ്ത്. ഓക്കെ കുക്കു, അവന്റെ ശ്രദ്ധ തെറ്റിക്കുവാണ്. അല്ല, അവന്റെ ശ്രദ്ധ തിരിച്ച് കുക്കു ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നു. അമ്മ, ഈ ഓണത്തിന് ഞാനും വിചാരം ഇല്ല, അതുകൊണ്ട് അധികം ആഘോഷമൊന്നും വേണ്ട, സദ്യ ഒന്നും ഉണ്ടാക്കണ്ട, അത് മതി. പിന്നെ ഞാൻ തമാശ പറയാം. ഇടയ്ക്കിടയ്ക്ക് തമാശ പറയാറുണ്ട് ഇങ്ങനെ. ചെവി വേദനിക്കുന്നു 2 സൈഡിൽ നിന്ന്. മിണ്ടാതിരിക്കുമോ?
അപ്പൊ അമ്മ പറഞ്ഞു തന്നത് ഞങ്ങൾ രണ്ടും ഇല്ലാത്തതുകൊണ്ട് അധികം ആഘോഷവും കാര്യങ്ങളൊന്നും വേണ്ട, സദ്യ ഒന്നും ഉണ്ടാക്കണ്ട, നമ്മൾ ഇനി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സദ്യ ഉണ്ടാക്കാം അല്ലേ. അത് മാത്രമല്ല എനിക്ക് ചൊറിയുന്നു ഈ പൂക്കളുടെ ഒക്കെ നടുവിലിരുന്നിട്ട്. അത്തപ്പൂ ഇടാന്ന് നീയാ നേറ്റേക്കുന്ന ഫുള്ള്. അല്ല, ആദ്യം എനിക്ക് പായസം ഉണ്ടാക്കണം. പായസം ഉണ്ടാക്കുന്ന നേരത്തെ സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ പൂക്കളം കൂടെ ഇടും. എനിക്കിതിന് പിന്നെ പായസം ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പായസം ഒരു പ്രത്യേക ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് തന്നെ പായസം ഉണ്ടാക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വൈറലായിരുന്നു, കപ്പ പായസം വൈറലായിരുന്നു. പക്ഷെ ഞാനത് റീക്രിയേറ്റ് ചെയ്ത് ശരിക്കും നല്ല അടിപൊളി കപ്പ പായസമായിട്ട് കാണിച്ചു ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. അപ്പൊ ശരി, നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് വർത്താനം പറഞ്ഞു എല്ലാവരും കൂടെ ഞാൻ പോകും. ഓക്കെ ബൈ. ശല്യം പോയി കിട്ടി. ഇറ്റ്സ് ഓക്കേ. ഞങ്ങൾ വീഡിയോ എടുക്കില്ല കേട്ടോ. വീഡിയോ എടുക്കത്തില്ല കേട്ടോ. സന്തോഷമായി മാറി കേട്ടോ. ഇനി എന്റെ ചാനലിൽ ഓണറിന് കുറച്ച് കാലൊക്കെ ബുക്ക് വെക്കാല്ലേ. ഇപ്പൊ മനസ്സിലായി ചേച്ചി എന്തൊരു ആശ്വാസം. രക്ഷ പറ്റുന്നു ഇവന് വരെ തോന്നി. എന്താന്ന് പറയാതെ അയ്യോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? മയക്കൂരാൻ മറന്നായിരുന്നു തരാൻ വേണ്ടി വന്നത്. ഞാൻ നിന്നെ കുറിച്ച് പൊക്കുവായിരുന്നു. ഞാൻ പറയാറുണ്ട് ചേച്ചി ഇല്ലാതെ ഭയങ്കര സൈലന്റ്. ഞങ്ങൾ ഡയലോഗ് പോലും ഞാനില്ലാതെ പറ്റില്ല സുഹൃത്തുക്കളെ. ഇവൻ വിഷമിച്ച് കടന്നുപോയി, ഉറങ്ങിപ്പോയി. അമ്മ കിച്ചണിലെ കാര്യങ്ങൾ സെറ്റാക്ക, നീ ആ കാര്യങ്ങൾ സെറ്റാക്ക, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഇവർക്ക് എല്ലാവർക്കും റെഡിയാകാൻ സമയം കിട്ടി, എനിക്ക് മാത്രം റെഡിയാകാൻ സമയം കിട്ടില്ല. ഞാൻ ഫേസ് ഒക്കെ ഒന്ന് ഒരുങ്ങി, പക്ഷെ കമ്മലും മാല ഒന്നും ഇടാൻ പറ്റിയില്ല, മുടി കെട്ടാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കിനി കമ്മലിടണം, മാല ഇടണം, മുടി കെട്ടണം. പിന്നെന്താ, ഓണം എന്തായാലും ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല, മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് തിരുവോണത്തിന് അന്ന് ഇവിടെ ഇല്ലെങ്കിൽ പോലും 2 ദിവസം മുന്നേ ആഘോഷിക്കുന്നത് കേട്ടോ. പിന്നെ ചെറിയൊരു ജലദോഷം ഉണ്ട്, അതിൻ്റെ ഒരു വല്ലായിക എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഓർണമെന്റ്സ് എല്ലാവരുടെയും വീക്ക്നെസ് ആണല്ലേ. എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരള സാരിയും സാധനങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഓർണമെന്റ്സ് ഇല്ലെങ്കിൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി ഗോൾഡ്. എനിക്ക് ഗോൾഡ് മേടിക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനെ ഫുള്ള് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ട് നടന്ന് ഒരു ഷോ ഓഫിൻ്റെതായിട്ടല്ല, ഒരു അസറ്റ് എന്നുള്ള രീതിയിൽ. കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ, ഒരു കാശിൻ്റെ ആവശ്യമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കണ്ടല്ലോ. നമുക്ക് കൊണ്ട് അത് വിൽക്കുവോ പണയം വിൽക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ, ആരോടും ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് ഗോൾഡ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഈ ഓണ സമയം കൂടെ ആയതുകൊണ്ട് ചിലവൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഡ്രസ്സ് എടുക്കുന്നതായാലും ഈ ഓർണമെന്റ്സ് എടുക്കുന്നതായാലും പിന്നെ കല്യാണ സീസണും കൂടെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. എല്ലാവരും ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഓണ സമയം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വന്ന സമയത്തും കാശിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവർ നമ്മുടെ പിരമൽ ഫൈനാൻസ് അല്ലേ, അവിടെ നിന്നാണ് ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഗോൾഡ് പർച്ചേസും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നടത്തിയത്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞായിരുന്നു പ്രോസസ്സിങ് ഭയങ്കര ഈസിയാണ്, പ്രത്യേകിച്ച് വലിയ ചടങ്ങും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് കറക്റ്റ് സമയത്ത് അവർ നമ്മളെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു തരുമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവരെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പേഴ്സണൽ ലോണിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നേരെ പിരമൽ ഫൈനാൻസിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് കറക്റ്റ് സമയത്തിന് നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു തരും. നമുക്ക് വേറെ ആരുടെ ചോദിച്ച് വിഷമിച്ച് നടക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഡയറക്റ്റ്ലി അവരെ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാര്യങ്ങളിലൊക്കെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, ആവശ്യമുണ്ടെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സമയം കളയാതെ പോയി ഓടിപ്പോയി കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നമുക്കിപ്പോൾ ഗോൾഡ് മേടിക്കാനായാലും വീട്ടിലെ ചിലവിൻ്റെയും കാര്യങ്ങൾക്കായാലും കല്യാണം നടത്താനായാലും എല്ലാത്തിനും എന്തിനു വേണമെങ്കിലും ആരോടും ചോദിച്ചിട്ട് വിഷമിക്കേണ്ട, നേരെ പിരമൽ ഫൈനാൻസിലേക്ക് പോയാൽ മതി. അപ്പോൾ എനിക്കിന് പ്രത്യേകിച്ച് ചടങ്ങ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് 2 വളയിട്ട് കൊള്ളാമോ, 2 വളയിട്ട് ഒരു റൂബിയുടെ ഒരു മാല ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കമ്മൽ ഇട്ടിട്ടുണ്ട്. മുടി ഇങ്ങനെ കെട്ടിയാൽ മതിയോ? മതിയോ? സിമ്പിളാക്കാം അല്ലേ? മൊത്തത്തിൽ ഞാൻ കുറച്ച് ഓവറാണ്, ഇനി ഞാൻ അധികം നിന്ന് ഓവറാക്കുന്നില്ല. നമുക്ക് താഴെ പോവാം. പൂക്കളം ഇടണം, പായസം ഉണ്ടാക്കണം, പായസം കുടിച്ച് തൃപ്തി അടയണം. കാര്യം സദ്യ ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഷീജാമ്മയ്ക്ക് കിട്ടിയില്ല. ഇന്നിവിടെ ഫുൾ പണിയായിരുന്നു. ഒരു വീടിൻ്റെ ബാക്കിൽ പണി നടക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, ഞങ്ങൾക്ക് പോകാനുള്ള തിരക്ക്, ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം പോകണം, അങ്ങനെ എല്ലാം കൂടെ ഷടപടേന്നായതുകൊണ്ട് ഞങ്ങൾ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല, പായസം ഉണ്ടാക്കി ഓണം അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞങ്ങളിതേ പൂക്കളം ഉണ്ടാക്കാനുള്ള പൂവൊക്കെ റെഡിയാക്കി തുടങ്ങി. ഞാനും കുക്കും ഷിബിയും ഈ ചായനും കൂടെയാണ് ഇപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന. ഈ ചായനാണ്. ഞാൻ കാണിച്ചു കേട്ടോ കുക്കു, എന്തിനാ ഇത്രയും പൂ വാങ്ങിയേ? ഞാൻ അറിയാതെ ഞാൻ ചുമ്മാ പറഞ്ഞോണ്ട് 1000 രൂപയ്ക്ക് പൂ മേടിക്കാൻ, 1000 രൂപ തികയ്ക്കാൻ വേണ്ടിട്ട് വെറുതെ പൂ മേടിച്ചോണ്ടിരിക്കുകയായിരുന്നു. വേണ്ട വേണ്ട ഈ ചായ കളിക്കരുത്.
അടുത്ത ഊഴ് ഈശാനെയാണ്. ഈശാൻ ഇവിടെ വന്നിരിക്കുമ്പോ ഷിബി ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഈ ഓണപ്പാട്ടൊക്കെ പാടി ഓണം അതിനല്ലേ പറഞ്ഞു നമുക്ക് ഇവിടെ സ്പീക്കർ ഉണ്ടായിരുന്നു വെക്കായിരുന്നു. പക്ഷെ എന്നിട്ടാണ് കോപ്പറേറ്റ് അടിച്ചിട്ട് നമ്മൾ ചേച്ചി പാടണ്ട. ഞാൻ നമുക്കൊരു പാട്ട് പാടിയാലോ ഓണത്തിന്റെ? ഒരു പാട്ടുണ്ടല്ലോ. വന്നല്ലോ ഓ ഞാനിട്ടല്ലോ കോടി കൊടുത്തല്ലോ കുട്ടൻ ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ നിങ്ങൾ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പേ അറിയില്ല. താങ്ക്സ്. വേറൊരു പാട്ടുണ്ടായിരുന്നല്ലോ. പൂവിളി പൂവിളി പൊന്നു പൊന്നു നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവരമ്പിൽ മൊത്തായി മാറ്റം നീ വരൂ വനം പാടി പൂവിളി പൂവിലമേ. ഷീജാമ്മയും കൂടെ വന്നിട്ടുണ്ടേ പാട്ട് പാടാൻ. നമുക്ക് ഒരുമിച്ച് പാട്ടുപാടാം. ഷീജാമ്മയ്ക്ക് ഏത് പാട്ട് അറിയാൻ പാടാൻ? ഓണത്തിന്റെ മുമ്പ് പാടിയ പാട്ട്. ഉത്രാടപ്പൂനിലാവേവാ പൂക്കളത്തിൽ വാടിയ പൂവൻ എന്തോ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരക്കാൻ വാ വാ വാ. ഇതിപ്പോ എല്ലാം കൂടെ മിക്സ് ആയിപ്പോയി. ഞാൻ പൂ പറഞ്ഞപ്പോ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലല്ല. എന്തോ പ്രശ്നം? എനിക്ക് കളർഫുൾ ഇഷ്ടം. കോളേജിന്റെ മത്സരമൊന്നുമല്ലോ. ആ ഡിഗ്രിക്കല്ല, സ്കൂളില് പ്ലസ് ടുല് ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു ഫസ്റ്റ്. പിന്നെ ഞാൻ എന്നിലായിരുന്നു. എനിക്ക് വേറൊരു കാര്യം ഇവിടെ പറയാം. എന്താ പറ? ഈ പൂ സ്പോൺസർ ചെയ്ത കുക്കൂനും ഈ കൂടെ പോയ ശിവിക്കും അതല്ല ഞാന് ഞാനൊരു തമാശക്കാണ് 1000 രൂപയ്ക്ക് പൂ മേടിക്കാൻ പറഞ്ഞത്. എന്തിന് ഇത്രയും പൂ മേടിച്ചെന്ന് എനിക്ക് കാശ് കൊടുത്തായിരുന്നു. 1850 രൂപ. ചേച്ചി ഞാന് 1000 തികയ്ക്കാൻ കഷ്ടപ്പെടുമായിരുന്നു. ഇത്രയും മേടിച്ചപ്പോ 850 ആയുള്ളൂ എന്നോ സങ്കടം. അതായത് പൂവ് മറ്റൊരു വൈലറ്റ് കളർ പൂ ഉണ്ടല്ലോ, സീസൺ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഇത് മേടിച്ചേനെ. അതാണ് ഇളക്കാനെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാ പൂവ്. ഓക്കെ, നമുക്കിനി പൂക്കളാണ്. വെറുതെ സമയം കളയണ്ട. ബാ, അപ്പൊ കുക്കുമ്പോ എല്ലാം ക്ലീൻ ചെയ്തോളൂ. ഇവിടെ സംസാരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. അഞ്ചാമത്തെ വീഡിയോയിലാണ് ഡയലോഗ് പറയുന്നത്. ഇത് വേണ്ട. തമിഴ് പേസുങ്ക. நாங்க போய் நம்ம எல்லாருமே சேர்ந்து அந்த அத்தை பூக்களை ரெடி பண்ண போறேன். அப்புறம் என்ன தம்பி? இல்ல இல்ல எல்லாருக்குமே வணக்கம். எங்களோட சேனலுக்கு எல்லாருக்குமே வணக்கம். நம்ம இன்னைக்கு பண்ண போறது கேரளா பாயசம். ஓகே, ஓணம் ஸ்பெஷல் பாயசம். முன்னிட்டு இருந்துட்டு கேரளா பாயசம். അതായത് നമ്മ ഇന്നേക്ക് പണ്ണ പോறது റോസ് പെറ്റൽസ് പായസം ഹേ. ഞാനും അമ്മയും കൂടെ പോയി പായസം ഉണ്ടാക്കാം. നിങ്ങൾ എല്ലാരും കൂടെ പോയിട്ട് അത്തപ്പൂക്കൾ റെഡിയാക്കാം. അതാണ് അടിപൊളി. അച്ഛൻ പറഞ്ഞറിയോ, നീയും അമ്മയുടെ പോയി പായസം വെക്കാം, ഞാൻ ഷിബിയുടെ പോയി പൂക്കൾ ഇനി എനിക്ക് ഞങ്ങൾക്ക് മറ്റേ ഡാൻസ് കളിക്കാനുണ്ട്. മച്ചവായിരിക്കിനിയെ പഞ്ചമിട്ടായ അമ്മ പഞ്ചമിട്ടായ അമ്മ പഞ്ചമിട്ടായ മച്ചവായിരിക്കിനിയെ പഞ്ചമിട്ടായ അമ്മ പഞ്ചമിട്ടായ അമ്മ പഞ്ചമിട്ടായ മടിയില് സാഞ്ച് പാക്കറ്റ് മൂച്ചി. അപ്പന്റെ ബോട്ടിലെല്ലാം കുറഞ്ഞോ? നമുക്ക് പൂക്കളിടാം. എന്നോട് നേരിട്ട് കാണുന്ന എല്ലാരും ചോദിക്കുന്നു, കുക്കു ശരിക്കും ഇതുപോലെയാണ് സ്വഭാവം? ഇതുപോലെ തന്നെയാണ്, ഒരു പൊടി വ്യത്യാസം ഇല്ല കേട്ടോ. എന്നോട് കഴിഞ്ഞ ദിവസം കണ്ട ഒരാളും ചോദിച്ചായിരുന്നു, കുക്കു ശരിക്കും ഇങ്ങനെയാണെന്ന്. കുക്കു ശരിക്കും ഇങ്ങനെയാണ്. ഈ വീട്ടിൽ കാണുന്ന എല്ലാവരും ശരിക്കും
കൂട്ടത്തിൽ കുറച്ച് നോർമൽ ആയിട്ടുള്ള ഞാൻ കുറച്ച് പക്വതയുള്ള ഞാനും. കുറച്ച് പപ്സുള്ള ഞാനും അമ്മ ഈ പ്രാവശ്യം ഓണത്തിന് കുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മയുടെ വികാരം എന്താ? എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പേടി ഇവരുടെ കൂടെ എങ്ങനെയാണ് നിൽക്കുന്നത് 2 ദിവസം? അല്ല വിഷമമുണ്ട് മക്കളെ. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളതിന് വിഷമം അമ്മയ്ക്ക് ഉണ്ട്, അതിന് വിഷമമുണ്ടെന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് അത് നല്ല വിഷമമുണ്ട്. എനിക്ക് എനിക്ക് 3 മക്കളാ ഇപ്പൊ. ആരൊക്കെയാ? അപ്പൊ സജിന് ഞാന് അയ്യോ പിന്നെ ഞാന് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞത്. കുശുമ്പ് അതെ, എന്റെ സജിപ്പപ്പയായിരുന്നു പറഞ്ഞ കുക്കുമോള് ഒരിക്കലും പറയത്തില്ല. പപ്പ ആദ്യം എന്റെ പേര് പറഞ്ഞത്. എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വന്നു പപ്പ? പപ്പ എനിക്ക് മറ്റേ മടക്കെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അറിയാം, ഒരു മഞ്ഞ കളറിൽ. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. ഇവിടെ മടക്കുന്നല്ലേ മടക്ക്, മഞ്ഞ കളറിൽ ഇങ്ങനെ മധുരമുള്ള. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരുമ്പോഴെല്ലാം പപ്പ ഒരു ലോഡ് പാക്കറ്റ് കണക്കിന് മടക്ക് മേടിച്ചോണ്ട് വരും. അതുപോലെ മധുരക്കിഴങ്ങ് എനിക്ക് ഇഷ്ടമാണ്. പപ്പ ഞാൻ വന്നു സീസൺ അല്ല, എവിടെയോ പോയി തപ്പി കണ്ടുപിടിച്ചു. ഓക്കെ ബൈ ഗൈസ്, നമ്മളിനി പായസം ഉണ്ടാക്കിയിട്ട് കാണാം. പായസം വെച്ചാലോ? പായസം ഓക്കെ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പായസം ഇങ്ങനെയല്ല. എനിക്ക് ഈ പായസം ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഉണ്ടല്ലോ പറഞ്ഞതാ. ഓക്കെ, പാല് കാച്ചി വെച്ചു. എന്നിട്ട് പാലും പഞ്ചസാരയും കൂടെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിക്കാം ആദ്യം. തിളച്ച് കഴിയുമ്പോഴത്തേന് ഇത് നമ്മുടെ അപ്പൊ ഇത് തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലല്ലേ അമ്മ? കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യാം. ഭയങ്കര കുറുകി ഇരിക്കുന്നില്ല. ഇത്ര മതിയല്ലോ? മതി. എന്റെ മൈക്ക് ഓണാണ്. അച്ഛൻ വരുന്നില്ല വീഡിയോയില്? ഞങ്ങൾ എന്താ സുമ്മാവാ? 1 മണിക്കൂർ നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക്. വണ്ടി പിടിച്ചോളാ. ബാഗിൽ കൂടെ അമ്മ വന്ന് പിച്ചാത്തിയുണ്ട്. അമ്മ ഇതിലട്ടെ അമ്മ. ഓക്കെ, ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് ആണെങ്കിൽ ഇവിടെ പ്രശ്നം നടക്കേണ്ട കേസുകളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ഓണത്തിന്റെ പായസത്തിലേക്ക് പായസങ്ങൾ പാലിലേക്ക് പായസം മിക്സ് ചേർത്തിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. എനിക്ക് പായസം ആക്ച്വലി എനിക്ക് സേമിയ പായസം വെക്കാൻ അറിയാം. ഞാൻ എങ്ങനെയാണ് വീട്ടിൽ വെക്കുന്നത് അത് മേടിച്ചു വെക്കും. ഇല്ല, ഞാനത് വെക്കുന്നതിന് ഇല്ല, ഞാനത് വെക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു തരട്ടെ. വേണം. ചേച്ചിയുടെ ഫേഷ്യലെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം എന്താ നമുക്ക് റാന്ന് ഒരു കൈതൊക്കെ ഇറങ്ങി പോകട്ടോ. ഇല്ല, ഓക്കെ ഞാൻ പറയട്ടെ. അപ്പം ആദ്യം കശുവണ്ടിയും മുന്തിരിയും നന്നായിട്ട് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് മാറ്റി വെക്കും. എന്നിട്ട് അതിനുശേഷം സേമിയ സേമിയ നെയ്യിലിട്ട് നന്നായിട്ട് വറുത്ത് നല്ല റോസ്റ്റായി കഴിയുമ്പോൾ അതിനെ മാറ്റി വെക്കും. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് സാധാരണ പാക്കറ്റ് പാലാണെങ്കിൽ ആ പാല്, തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ 3ാമത്തെ പാൽ ആദ്യം ഒഴിക്കും. അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അത് ഒന്ന് തിളച്ച് വരുമ്പം പഞ്ചസാര ഇടും. പഞ്ചസാര ഇട്ട് അതും നന്നായിട്ട് ഇങ്ങനെ ഇളകി വന്നു കഴിയുമ്പോഴേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ആ സേമിയയില്ലേ അത് ഈ 3ാമത്തെ പാലിലേക്ക് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കുമ്പോഴേക്കും അതൊന്ന് വെന്ത് തുടങ്ങും. അതൊന്ന് വെന്ത് തുടങ്ങുമ്പം 2ാമത്തെ തേങ്ങാപ്പാൽ ചേർക്കും. അതും ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വരുമ്പോൾ ആവശ്യത്തിന് വേവാവും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് 1ാമത്തെ അല്ല കട്ടിയുള്ള തലപ്പാവ് ഒഴിക്കും. തലപ്പാവ് അതിലൊഴിച്ച് അതും നന്നായിട്ട് ഇളക്കി കഴിയുമ്പം അതിലേക്ക് ഏലക്കാപ്പൊടി, നെയ്യ്, പഞ്ചസാര. അപ്പൊ നമ്മൾ കുടിച്ചു നോക്കണം മധുരം കറക്റ്റ് ആണെന്ന് കുടിച്ചു നോക്കണം. മധുരം കറക്റ്റ് ആണെങ്കിൽ പിന്നെ പഞ്ചസാര ചേർക്കണം. മധുരം കറക്റ്റ് അല്ലെങ്കിൽ അതിൽ ഇച്ചിരി കൂടെ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചാൽ കറക്റ്റ് അല്ലേ അമ്മ? ഞാൻ ഉച്ചക്ക് ചോറ് പോലും ഉണ്ടിട്ടില്ല. ചോറ് പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കാൻ നിൽക്കുന്നത്, എന്റെ കുടുംബക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. ചോറ് ഉണ്ടിട്ട് കൊടുത്താൽ എന്താണ് പ്രശ്നം? കുടുംബക്കാർക്ക് ചോറിന്റെ നേരത്തെ സാരി എടുത്ത് ഒരുങ്ങാൻ പോയി, അതുകൊണ്ടല്ലേ. നീയാണ് ഏറ്റവും വലിയ പക്ഷേ കെട്ടിച്ചിടേണ്ട സമയം കഴിഞ്ഞേ. കുക്കുനെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന് വീട്ടിൽ വരുമോ? ഇല്ല, എന്നിവിടെ ഉണ്ടല്ലോ. എന്നിവിടെ ഉണ്ട് ഓണത്തിന്. അച്ഛൻ ചേച്ചി വണങ്ങുമ്പോ പാടുന്ന പാടിക്കേ. പാപ്പുമോളെ
അത് പാടിക്കേ പാട്ട് പാടിക്കേ. അതൊക്കെ വരത്തില്ല. വരത്തില്ല, അത് വരത്തില്ല. ഞാൻ പറഞ്ഞിരിക്കാം പിണക്കമാണോ? അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എക്സ്ട്രാ കശുവണ്ടി മുന്തിരിയൊക്കെ അമ്മ നെയ്യിൽ വറുത്തിട്ടായിരുന്നു. നല്ല മണം വരുന്നു. നടക്കൂല നടക്കൂല നടക്കൂല. പറഞ്ഞു വിട്ടിട്ട് ഓക്കെ, നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു. ഒന്നുകൂടെ എടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു. അമ്മ അതിലേക്ക് കുറച്ചും കൂടെ കശുവണ്ടി മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ആരാ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നേ? കുടിക്ക് തിളച്ച ചൂടാ, കുടിക്ക് തിളച്ച ചൂടാ, കുടിക്ക്. ചേർക്ക് കൊടുത്താലോ? വായ കൊള്ളും. അപ്പൊ എന്റെയോ? ചൂട് കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല, വിഴുങ്ങുവാ. എങ്ങനെയുണ്ട്? നല്ലയാണോ? സേമിയ പായസം ഇതിൽ കൂടുതൽ ബോറാക്കാൻ ഒക്കൂല. ബോറാക്കാൻ സൂപ്പർ സാധനം. എന്തിനാ ചോദിച്ചാ അമ്മ ഉണ്ടാക്കിയ പായസത്തെ ഇങ്ങനെ പറയുന്നേ? ഇത് നല്ല സാധനം. അങ്ങനെ പറ, അങ്ങനെ പറ. പാവം എന്റെ കുക്കുമ്പോൾ എനിക്ക് ആദ്യം തരാൻ വന്നതുണ്ടോ? തന്നായിരുന്നോ? ചൂടാന്ന് പറഞ്ഞ അവർക്ക് സ്നേഹമില്ലാത്തോണ്ടാ ചൂടാവും. മിണ്ടാതിരിക്ക്. നല്ല അമ്മ, നല്ല പായസ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ കൂടെ നല്ലൊരു പപ്പടവും നമ്മുടെ ട്രിവാൻഡ്രം ബോളിയും കൂടെ ചേർത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടം സേമിയ പായസം, ബോളിയും പപ്പടം. വേറെ ലെവൽ കോമ്പിനേഷൻ. അമ്മ കുടിക്കട്ടെ. ഇനി നമുക്ക് നല്ലല്ലേ അമ്മ? ക്യാമറ പിടിച്ചിട്ട് വരാൻ അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ വൈൻഡപ്പ് പറഞ്ഞിട്ട് തീർക്കാം. അതെ, നമ്മുടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഇനി ആരും വീഡിയോ നോക്കിക്കൊണ്ടിരിക്കണ്ട, ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോ, ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്തോ. എല്ലാവരുടെ ഓണത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കണം അല്ലേ നോക്കൂ. കേട്ടില്ല. അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് ആദ്യം ഹൈലൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് ഒരു